ഹായ് ഫ്രണ്ട്സ്, ഇത് ഏകദേശം 15-16 പേർക്ക് കഴിക്കത്തക്കവണ്ണമുള്ള ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിൽ ഒരു 18 പേർക്ക് നമുക്ക് എങ്ങനെയായാലും 18-19 പേർക്ക് കഴിച്ചു പോകാം. കുഞ്ഞുങ്ങൾ ഇങ്ങനെ എല്ലാം കൂടെ വരുവാണെങ്കിൽ, മിക്സഡായിട്ട് വരുവാണെങ്കിൽ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കിലോയും 350 ഗ്രാം ചിക്കനുമാണ് മേടിച്ചുകൊണ്ട് വന്നത്. അവരോട് പറഞ്ഞാൽ മതി, അവരതിനനുസരിച്ച് കട്ട് ചെയ്ത് തരും. അത് നല്ലതുപോലെ വാഷ് ചെയ്ത് നമ്മൾ ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് അത് മൊത്തം വെള്ളം കളയണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കോൺഫ്ലവർ, പിന്നെ ഇച്ചിരി മൈദപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കണേ. അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് മുളക് പൊടിയും ഗരം മസാലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും നാരങ്ങ നീരും ഉപ്പുമാണേ. ഇത്രയും ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു തലേന്ന് രാത്രിയിൽ. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഈ അരിപ്പൊടിയും കോൺഫ്ലവറും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് എനിക്ക് പണികൾ തീർക്കണമായിരുന്നേ, അതുകൊണ്ടാണ്. അപ്പോൾ അത് തലേന്നെ ഈ പണികളൊക്കെ നമ്മൾ തീർത്ത് വയ്ക്കാമെങ്കിൽ നമുക്ക് എളുപ്പമാണ് രാവിലെ ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ അരിപ്പൊടിയും കോൺഫ്ലവറും പിന്നെ ഇച്ചിരി അതിൻ്റെ ചില്ലി സോസ് ഒഴിച്ചു, സോയാ സോസ്, പിന്നീട് ടൊമാറ്റോ സോസ്, ഇത്രയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിന് നമുക്കൊന്ന് പെരണ്ട് കിട്ടത്തക്ക വേണം നമ്മൾ ഈ കോൺഫ്ലവറും മൈദയും ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരുവാണേ. നല്ലതുപോലെ വറുത്ത് കോരി ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ടു ഹൈ അങ്ങനെ മതി കേട്ടോ. ഹൈ ഫ്ലെയിം ഡയറക്റ്റ് കൊടുക്കണ്ട, അങ്ങനെ മൂത്ത് നമുക്ക് എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കാമെങ്കിൽ അകവും വെന്ത് കിട്ടും, നല്ല ഇതായിട്ട് കിട്ടും, കരിഞ്ഞും പോകത്തില്ല. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ വറുത്ത് കോരുന്ന പോലെ ആകരുത് ഇത്. അതുകൊണ്ട് ഇച്ചിരി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കണേ. എന്നിട്ട് ഞാൻ ആ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിക്കൊണ്ട് ബാക്കി എണ്ണയ്ക്കകത്തോട്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് വറുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളേ. അതിനകത്തോട്ട് തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് സവോള അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. ഒരു 5-6 സവോള, 5-8 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എണ്ണയില്ലായിരുന്നു എത്രയാണെന്നുള്ളത് ഏകദേശം നമുക്ക് അറിയാൻ നോക്കും എടുക്കുന്നതിനനുസരിച്ച്. പിന്നെ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, റെഡ് ക്യാപ്സിക്കവും പിന്നെ ഗ്രീൻ ക്യാപ്സിക്കവും അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്ത് ഈ ചിക്കനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഇളക്കുവാണേ. കാരണം ഈ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങ് വഴന്ന് പോകല്ലേ, നമുക്കൊന്ന് കടിച്ച് ഇങ്ങനെ തിന്നാൻ തക്കോണം വരണം. അങ്ങ് വഴന്ന് പോയ അഴുക്കായത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സോയാ സോസും ചില്ലി സോസ്, പിന്നീട് ടൊമാറ്റോ സോസ്, ഇത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കുപ്പിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ, ഈ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ. കാരണം അത്രയും ചിക്കൻ്റെ അകത്ത് വരണ്ടായിരുന്നു. അതുകൊണ്ട് സോയാ സോസും അങ്ങനെ തന്നെ. അത് മൊത്തം സോയാ സോസ് മൊത്തം ഫുള്ളെടുത്തില്ല, എന്നാലും ഒരു 3/4 ഭാഗവും തീർന്നു കേട്ടോ എൻ്റെ ഇത്. എന്നിട്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ടുള്ള ഈ നമ്മൾ കോൺഫ്ലവർ കലക്കിയത് അത് ഒഴിച്ചു കൊടുത്തായിരുന്നേ. അതൊഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട അനുസരിച്ച് ചൂട് വെള്ളത്തിൻ്റെ അകത്ത് കലക്കിയിട്ട് നമ്മൾ വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഗ്രേവി ഒരുപാട് ഗ്രേവി ഞാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ പിറണ്ടിരിക്കുന്ന ചില്ലി ചിക്കനായിരുന്നു ഇഷ്ടമേ, അതുകൊണ്ട് അങ്ങനെ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് ആ ചില്ലി ചിക്കൻ്റെ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള എടുക്കുവാണേ. ഫ്രൈഡ് റൈസിന് അതുപോലെ തന്നെ എല്ലാ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും അതിങ്ങനെ മിക്സാക്കി കഴിഞ്ഞിട്ട് ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരിഞ്ഞത് വഴറ്റി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ എണ്ണയ്ക്കകത്തെ. എന്നിട്ട് തക്കാളിക്കയും കൂടി ഇട്ട് പച്ചമുളകും ഇട്ട് അതും നമ്മൾ വഴറ്റിയെടുത്തു.
എന്നിട്ട് ചോറ് വേവിച്ചെടുത്ത് ചോറ് ഞാൻ വേവിച്ച് നേരത്തെ വെച്ചായിരുന്നു. ചോറും വേവിച്ച് അതിൻ്റെ അകത്ത് ഞാൻ ഗ്രാമ്പൂ ഇത് പട്ട ഏലക്ക അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് വേവിച്ചത് ചോറ്. എന്നിട്ട് ഞാനിത് ലെയറാക്കി എടുത്തു. ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് ലെയറായിട്ട് ഇങ്ങനെ ചോറ് ഇച്ചിരി നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചോറിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇത് ക്യാഷ്നട്ടും ഡ്രൈ ഗ്രേപ്സ് പിന്നീട് ഉള്ളി കുറച്ച് നമ്മൾ വറുത്ത് കോരിയായിരുന്നു. അതും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞത് അതിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഉപ്പ് ഞാൻ പച്ചക്കറിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറിന് ആവശ്യത്തിന് ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ചിക്കനും എല്ലാം ഉപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. കാരണം ഞാൻ ചോറിന് നല്ലപോലെ